കേരളത്തിലെ ആദ്യത്തെ മോർണിംഗ് ഷോ ചെയ്തിന്റെ ഒരു ആങ്കറാണ് ഞാൻ. 1997 മുതൽ 2001 വരെ ഞാൻ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്തു. 2000 പകുതി വരെ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടർ മാത്രമാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ എന്തെല്ലാം വേരിയസ് ആയിട്ടുള്ള മനുഷ്യർക്ക് പ്രയോജനമുള്ള കണ്ടന്റും എന്തെല്ലാം മേഖലയിലുള്ളവരെ സംസാരിക്കാനും എടുക്കാനും വിളിക്കും, അവരുടെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഉണ്ടായിരുന്നു എന്നറിയാമോ? ഇന്ന് എവിടെയോ കുറെ ആക്ടേഴ്സ് മാത്രമാണ് എവിടെയും കാണുന്നത്. കുറെ പിന്നെ മേക്കപ്പും അതും ഇതും ഇട്ട് കുറെ ആൾക്കാർ എന്തെങ്കിലും ഞാനൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഏഷ്യാനെറ്റിൽ 93 ഡിസംബർ മുതൽ ടോക്ക് ഷോ ചെയ്തിട്ടുണ്ട്. 17-18 വർഷം. 847 എപ്പിസോഡ് എയർ വീക്കിൽ പോയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതിലെല്ലാം കൂടെ സിനിമാ നടന്മാർ വരുന്ന 10 എപ്പിസോഡ്. അതാ പറഞ്ഞ അന്ന് അങ്ങനല്ല. ഞാനൊരു ആക്ടറാണ്. പക്ഷേ ലോകത്തിലെ എല്ലാ കാര്യവും നഴ്സറി സ്കൂളിന്റെ ഉദ്ഘാടനവും പിള്ളേരോട് സംസാരിക്കാൻ ആക്ടേഴ്സ്, എവിടെ പോയി പിന്നെ 10ാം ക്ലാസ്സിലെ പിള്ളേരോട് സംസാരിക്കാൻ ആക്ടേഴ്സ്, അങ്ങനെ ഒരു കൾച്ചർ പാടില്ല. എന്തിനാണ് ഞാൻ വലിയ പ്രൈമറി സ്കൂളിൽ ഞങ്ങളെ വിളിക്കും, എന്ത് കേൾക്കാനേ ഇവർ ആക്ടേഴ്സിനെ, എന്ത് കാണിക്കാനേ ഇവർ വിളിക്കുന്നത്? ആർക്ക്? ടീച്ചേഴ്സിന് സെൽഫി എടുക്കാൻ. എന്ത് കാര്യത്തിനാണെന്നേ ഇവിടെ എന്തെല്ലാം നിക്ക് നടന്റെ ഡൈവോഴ്സ് കേസ് 3 ദിവസം ചർച്ച ചെയ്ത നാടാണിത്. പ്രമുഖ നടന്റെ ഡൈവോഴ്സ് കേസ് അല്ലെ, ഡിവോഴ്സ് കേസ് 3 ദിവസം ചർച്ച അത് ആ മോനെ അതല്ലേ പറയുന്നത്. ആയിക്കോട്ടെ, എന്തെല്ലാം തരം ആൾക്കാരുടെ ഗർഭം ചർച്ച ചെയ്യുന്നു, ഡൈവോഴ്സ് ചർച്ച ചെയ്യും. ഞാൻ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ അറിവിന്റെ കാര്യം, അവരുടെ മേഖല ഒന്നും ചർച്ച. പക്ഷേ ഈ ചർച്ചകളും ഈ കാര്യവും ഒരു 10 വർഷം കഴിഞ്ഞ് കേരളത്തിനെ എവിടെ കൊണ്ട് നിർത്തുമെന്ന് നിങ്ങൾ ആലോചിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു നല്ല പുസ്തകം ചർച്ച ചെയ്തിട്ട് എത്ര കാലമായി? എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു നല്ല പുസ്തകത്തിന്റെ ചർച്ച? ഒരു നല്ല ഒരു അവാർഡ് കിട്ടി, ആ പുസ്തകം എന്താണെന്ന് ആരെങ്കിലും ഒന്ന് 10 പേര് സംസാരിക്കണം, കേൾക്കാൻ ആഗ്രഹമുണ്ട്. വളരെ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താന്ന് വെച്ചാല് യഥാർത്ഥത്തിൽ മീഡിയ എന്നീ ഓൺലൈൻ മീഡിയ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. മാധ്യമധർമ്മം എന്നതിനെ കുറിച്ച് അറിയാതെ മാധ്യമം എന്ന വാക്ക് ഉപയോഗിക്കരുത്. മാധ്യമത്തിന് കണ്ടന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് കൊടുക്കൽ മാത്രമല്ല, ഒരു പ്രതിബോധത്തെ നിർമ്മിച്ചെടുക്കുക, ജനങ്ങളുടെ നേർക്കുള്ളൊരു കൗണ്ടർ സെൻസിബിലിറ്റി നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് മാധ്യമത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ്.